പോകേണ്ടതുണ്ട്. ഈ പന്തീരങ്കാവ് ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ മാത്രം നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഇത് കുട്ടികൾക്ക്, അതായത് പുതിയ കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്കൊരു ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഈ പലപ്പോഴും ഉണ്ടാകുന്നത്. നമുക്കൊപ്പം ധ്വനി കൃഷ്ണ കൂടിയുണ്ട്. ധ്വനി അവരുടെ ഒരു പ്രതിനിധിയാണ്. ധ്വനി, ഇതൊക്കെ കേട്ടിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഭയം, ഒരു ആശങ്ക, അല്ലെങ്കിൽ എന്തിനാ കല്യാണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? എന്തിനാ കല്യാണം പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ മാത്രമല്ല. പക്ഷേ സൊസൈറ്റിയിൽ യൂഷ്വലി കല്യാണം ഒരു നെസസിറ്റി ആക്കുന്നത് കൊണ്ട് എനിക്ക് യോജിപ്പില്ല. വേണമെങ്കിൽ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ യൂഷ്വലി ഇപ്പം ഞാൻ പോലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ റിലേറ്റീവ്സും എല്ലാവരും വന്നിട്ട് ചോദ്യം ചെയ്യും എന്ന് 100% ഉറപ്പുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ചില്ലെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാം. ജോലി ചെയ്യുന്നത് കൊണ്ടും തന്നെ ജോലി ചെയ്താലും പഠിച്ചാലും കുറച്ചും കൂടി ബോൾഡാവും. അതും ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചും കൂടി പഠിച്ച് കുറച്ചും കൂടി ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ഇതേപോലത്തെ, ഇപ്പം ഈ കേസ് മാത്രമല്ല, ജനറലി അബ്യൂസ് സഹിക്കാൻ നമ്മൾ നിൽക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കാണെങ്കിൽ പോലും ഇത്രയും ടോളറേറ്റ് ചെയ്യൂല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതായത് ധ്വനി ആയിരുന്നെങ്കിൽ ഇത്രയും ദിവസം പോലും നിൽക്കില്ലായിരുന്നു. ഇല്ല, ആദ്യത്തെ അബ്യൂസോടെ കഴിയണം. ആദ്യത്തെ, അത് ചിലപ്പം ശരീരത്തിൽ തൊട്ടിട്ടുള്ളതല്ല, വാക്കുകൾ കൊണ്ടാണെങ്കിലും അബ്യൂസ് തന്നെയാണ്. ഡൊമസ്റ്റിക് വയലൻസ് ഫിസിക്കലായിട്ട് തന്നെ വേണമെന്നില്ല. ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ പെണ്ണെന്നല്ല ആണെന്നാണെങ്കിലും ഒരിക്കൽ പോലും ഒരു ഫസ്റ്റ് അബ്യൂസ് കഴിഞ്ഞിട്ട് ഒരിക്കലും നിൽക്കാൻ പാടില്ല. എത്രയൊക്കെ സ്നേഹമുണ്ടെങ്കിലും അബ്യൂസ് ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ജസ്റ്റിഫിക്കേഷൻ ഇല്ല അതിന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. സ്മിത